എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ അക്കൗണ്ടൻസി ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, പിന്നെ ഇതിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1, 2, 3 അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്? നമുക്കറിയാം, ഈ അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്റ്റ് വളരെ പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റ് പല ആൾക്കാരും പല രീതിയിൽ ഫോളോ ചെയ്താൽ ഇതിനൊരു റിസൾട്ട് ഉണ്ടാവില്ല, ഇതിൻ്റെ പേര് നഷ്ടപ്പെടും. അപ്പോൾ ഇത് എന്താണ്? യൂണിഫോമിറ്റി, എല്ലായിടത്തും ഒരേപോലെ ആക്കണം. അപ്പോൾ ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസ്, അതിനെയാണ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താ നോക്കി? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ദ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ്. കുറച്ച് നിയമങ്ങളാണ്, അല്ലെ കുറച്ച് ഗൈഡ് ലൈൻസ് ആണ്, ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓർ മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ മെത്തേഡ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ബേസ് ചെയ്ത് എടുക്കുന്ന കുറച്ച് റൂൾസ് ആണ്, അല്ലെങ്കിൽ കുറച്ച് ഗൈഡ് ലൈൻസ് ആണ്. ടു ബി ഫോളോഡ് ടു ഹാവ് ആൻ യൂണിഫോമിറ്റി. എന്തിനു വേണ്ടിയിട്ടാണ്? യൂണിഫോമിറ്റി, ഒരേപോലെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇൻ ടെർമിനോളജി, അപ്രോച്ച് ആൻഡ് പ്രസന്റേഷൻ ഓഫ് റിസൾട്ട്. അപ്പോൾ യൂണിഫോമിറ്റിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇതിനെയാണ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചാണ്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അതായത് ICAI, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട് ഓഫ് ഇന്ത്യ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട് ഓഫ് ഇന്ത്യ, അതാണ് ICAI. അവര് April 21, 1977 1977 April 21 ഒരു ASB അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് രൂപവൽക്കരിച്ചു. ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ് എന്ത് കൊണ്ടുവന്നത്? ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നത്. ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം ടു ഫോർമുലേറ്റ് ആൻഡ് പബ്ലിഷ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് that should be followed by a business concern in India. ഇന്ത്യയിലെ ബിസിനസ് സ്ഥാപനങ്ങൾ ഫോളോ ചെയ്യേണ്ട അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഏതൊക്കെയാണ്, അത് ഫോർമുലേറ്റ് ചെയ്യാനും പബ്ലിഷ് ചെയ്യുന്നതിനും വേണ്ടി April 21, 1977 ആര്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ICAI എന്ത് രൂപീകരിച്ചു? ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് രൂപീകരിച്ചു. ഓക്കെ, അപ്പൊ നോക്കിയേ, അപ്പൊ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് അത് രൂപീകരിച്ചത് ആരാണ് എന്ന് ചോദിക്കാം. ആരാണ്? ICAI. എന്താണ് ICAI? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട് ഓഫ് ഇന്ത്യ. ഓക്കെ, അവരെന്ത് രൂപീകരിച്ചു? ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് രൂപീകരിച്ചു. എന്നാണത്? April 21, 1977 1977 April 21. ഇനി എന്തിനാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് രൂപീകരിച്ചത്? ടു ഫോർമുലേറ്റ് ആൻഡ് പബ്ലിഷ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോർമുലേറ്റ് ചെയ്യുന്നതിനും പബ്ലിഷ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട്. ഓക്കെ, ദാറ്റ് ഷുഡ് ബി ഫോളോഡ് ബൈ എ ബിസിനസ് കൺസേൺ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ബിസിനസ് സ്ഥാപനങ്ങൾ ഫോളോ ചെയ്യേണ്ട അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണ്? അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആര്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട് ഓഫ് ഇന്ത്യ 1977 April 21 എന്ത് രൂപീകരിച്ചു? ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് രൂപീകരിച്ചു. ഓക്കെ, ഇനി ഞാൻ അവിടെ ICAI കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ അവിടെ ഓർത്തിരിക്കുന്ന മറ്റൊരു കാര്യം, ഈ ICAI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട് ഓഫ് ഇന്ത്യ ഫോം ചെയ്തത് July 1, 1949 ആ ഡേറ്റ് ഓർത്തിരിക്കണം. എന്നാണ്? July 1, 1949. ഇനി അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പൊ ഇതൊക്കെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഈ AS1 എന്താണ്, AS6 എന്താണ്, AS2 അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ചോദിക്കാം. പിന്നെ രണ്ടാമത്തത്, ഈ ആരാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് രൂപീകരിച്ചതെന്ന് ചോദിക്കാം. എന്തിനാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് രൂപീകരിച്ചത്, അത് എന്നാണ്? പിന്നെ ICAI, ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട് ഓഫ് ഇന്ത്യ ഫോം ചെയ്തത് എന്നാണ്? July 1, 1949. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഓക്കെ, ഇനി
ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1, 2, 3 അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് എല്ലാവരും പഠിച്ചെടുക്കണം. ഈ ഓരോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് AS1 എന്താണ്, AS2 എന്താണ്, 3 എന്താണ്. ഓക്കെ, അപ്പൊ ഇതിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ എന്താണ് വിഡ്രോ ചെയ്തു, ഇതിലിങ്ങനെ മാറ്റങ്ങൾ വരുന്നുണ്ട്, ഇനിയും മാറ്റങ്ങൾ വരാം. ഓക്കെ, ഇനിയും മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പൊ അടുത്ത വർഷങ്ങളോ ഇനിയുള്ള വർഷങ്ങളോ ചിലപ്പോൾ ചേഞ്ചസ് വരാം. അപ്പൊ ഇപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ചിലതൊക്കെ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചില കാര്യങ്ങൾ വിഡ്രോ ചെയ്തിട്ടുള്ളതും ഞാൻ ഈ നോട്ടിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതിന് വേറെ ചെയ്യില്ല, അത് ഇതിൽ നിന്നാണ് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഇത് ചോദിക്കുന്നത് ഇപ്പൊ AS1 റിലേറ്റഡ് ടു ഡാഷ്, AS4 റിലേറ്റഡ് ടു ഡാഷ്. ഓക്കെ, അല്ലെങ്കിൽ നേരെ തിരിച്ചും വരെ. ഇപ്പോൾ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് എന്ന് പറയുന്നത് AS എത്രയാണ്, അല്ലെ ഫിക്സഡ് അസറ്റിന്റെ എത്രയാണ്, അങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റ്സുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഓരോന്നോരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യം AS1 ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 ഏതാണ്? ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്. അടുത്തത് AS2 വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററി. ഇപ്പൊ AS1 ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്, AS2 എന്താണ്? വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററി. ഇനി AS3 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ AS3 ഏതാണ്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഇനി AS4 contingencies and events occurring after the balance sheet date. Contingencies and events occurring after the balance sheet date. Okay, then AS5 net profit or loss for the period, prior period items and changes in accounting policies. അപ്പോൾ AS5 എന്താണ്? net profit or loss for the period, prior period items and changes in accounting policies. ഇനി അടുത്തത് AS6 ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് ആണ്. ഓക്കെ, ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് ആണ്, അത് വിഡ്രോ ചെയ്തു. പക്ഷെ എന്നാലും അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് AS6 ഏതാണെന്ന്. ഓക്കെ, ഇപ്പൊ നോക്കിയേ, ഇപ്പൊ AS1, AS2, AS3, AS6 ഇതൊക്കെ ഓർത്തിരിക്കുന്നത് നല്ലതാണ്, അതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. AS6 എന്താണ്? ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് ആണ്, അത് വിഡ്രോ ചെയ്തു. ഇനി അടുത്തത് AS7 കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് ആണ്. ഇതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 7 ഏതാണ്? കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്. ഓക്കെ, ഇനി AS8 അത് വിഡ്രോ ചെയ്തതാണ്, അത് അക്കൗണ്ടിങ് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, അക്കൗണ്ടിങ് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അതിന്റെ സെക്ഷൻ AS8 ആണ്, അത് വിഡ്രോ ചെയ്തു. ദെൻ AS9 റവന്യൂ റെക്കഗ്നിഷൻ. ഏതാണ് AS9? റവന്യൂ റെക്കഗ്നിഷൻ. ഓക്കെ, അപ്പൊ ഇത് നോക്കിയേ, ഓർത്തിരിക്കേണ്ടത് AS1 എന്താണ്? ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്. AS2 എന്താണ്? വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററി. AS3 എന്താണ്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. പിന്നെ പ്രധാനപ്പെട്ടത് AS6 അത് വിഡ്രോ ചെയ്താണെങ്കിലും ചോദിച്ചിട്ടുള്ളതാണ്. AS6 ഏതാണ്? ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ്. പിന്നെ AS9 ഏതാണ്? റവന്യൂ റെക്കഗ്നിഷൻ. അക്കൗണ്ടിങ് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അത് വിഡ്രോ ചെയ്തതാണ്, അതിന്റെ AS8 ആണ്. ഓക്കെ, ദെൻ AS10 അത് കുറച്ച് ഇമ്പോർട്ടന്റ് ഉള്ളതാണ്. എന്താണ്? അക്കൗണ്ടിങ് ഫോർ ഫിക്സഡ് അസറ്റ്. ഏതാണ്? അക്കൗണ്ടിങ് ഫോർ ഫിക്സഡ് അസറ്റ്. അതിന്റെ AS എത്രയാണ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എത്രയാണ്? 10. അക്കൗണ്ടിങ് ഫോർ ഫിക്സഡ് അസറ്റിന്റെ AS10. അടുത്തത് AS11 അക്കൗണ്ടിങ് ഫോർ ഇഫക്റ്റ് ഓൺ ചേഞ്ചസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്. അതിന്റെ AS11. ഓക്കെ, ദെൻ AS12 അക്കൗണ്ടിങ് ഫോർ ഗവൺമെന്റ് ഗ്രാൻഡ്. ഓക്കെ, അക്കൗണ്ടിങ് ഫോർ ഗവൺമെന്റ് ഗ്രാൻഡിന്റെ AS12. അപ്പൊ AS10 ഏതായിരുന്നു? അക്കൗണ്ടിങ് ഫോർ ഫിക്സഡ് അസറ്റ് ആണ്. AS10 ഓർത്തിരിക്കണം. AS9 റവന്യൂ റെക്കഗ്നിഷൻ ആണ്. AS10 അക്കൗണ്ടിങ് ഫോർ ഫിക്സഡ് അസറ്റ് ആണ്. പിന്നെ AS12 എന്താണ്? അക്കൗണ്ടിങ് ഫോർ ഗവൺമെന്റ് ഗ്രാൻഡ് ആണ്. ഓക്കെ, ദെൻ അടുത്തത് AS13 അക്കൗണ്ടിങ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, AS13 എന്താണ്? അക്കൗണ്ടിങ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ദെൻ AS14 അക്കൗണ്ടിങ് ഫോർ അമാൽഗമേഷൻ. അത് ഓർത്തിരിക്കണം. AS14 ഓർത്തിരിക്കണം. എന്താണ് AS14 ഏതാണ്? അക്കൗണ്ടിങ് ഫോർ അമാൽഗമേഷൻ. ഓക്കെ, ദെൻ AS15 എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് അല്ലെങ്കിൽ എംപ്ലോയി ബെനിഫിറ്റ് അതിന്റെയാണ് AS15 വരുന്നത്. ഓക്കെ,
അപ്പോൾ AS10 അക്കൗണ്ടിങ് ഫോർ ഫിക്സഡ് അസറ്റ് ഓർത്തിരിക്കുക, AS12 അക്കൗണ്ടിങ് ഫോർ ഗവൺമെന്റ് ഗ്രാന്റ്, പിന്നെ അക്കൗണ്ടിങ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് AS13, അക്കൗണ്ടിങ് ഫോർ അമാൽഗമേഷൻ AS14. ഓക്കെ, ദെൻ 15 നേരത്തെ പറഞ്ഞു എംപ്ലോയി ബെനിഫിറ്റ്. എംപ്ലോയി AS16 എന്ന് പറയുന്നത് ബോറോവിംഗ് കോസ്റ്റ് ആണ്. ഇതാണ് ബോറോവിംഗ് കോസ്റ്റ് AS16. ദെൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 7 സെഗ്മെന്റ് റിപ്പോർട്ടിംഗ്. 17 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 17 ഏതാണ്? സെഗ്മെന്റ് റിപ്പോർട്ടിംഗ്. ദെൻ AS18 എന്ന് പറയുന്നത് റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷർ. ഏതാണ്? റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷർ AS18. ഓക്കെ, ദെൻ AS19 ഓർത്തിരിക്കുക ലീസിംഗ്. AS19 ആണ് എന്ത്? ലീസിംഗ്. അപ്പൊ അക്കൗണ്ടിങ് ഫോർ ഫിക്സഡ് അസറ്റ് 10, പിന്നെ AS19 ഏതാണ്? ലീസ്. പിന്നെ AS20 ഏർണിംഗ് പെർ ഷെയർ അല്ലെങ്കിൽ EPS, ഏർണിംഗ് പെർ ഷെയർ അല്ലെങ്കിൽ EPS, അതിന്റെ എത്രയാണ്? AS20. ഓക്കെ, അപ്പൊ AS19 20 ഓർത്തിരിക്കണം. AS19 ലീസ്, AS20 ഏർണിംഗ് പെർ ഷെയർ. ഓക്കെ, ദെൻ അടുത്തത് AS21. AS21 കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ AS21 കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ദെൻ AS22 വരുന്നത് അക്കൗണ്ടിങ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, അക്കൗണ്ടിങ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ആണ് AS22. ദെൻ AS23 അക്കൗണ്ടിങ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് അസോസിയേറ്റ്സ് വിത്ത് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇത് രണ്ടും കൂടെ ഉള്ളതാണ്. ഓക്കെ, അതാണ് AS23 വരുന്നത്. അക്കൗണ്ടിങ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് അസോസിയേറ്റ്സ് ഇൻ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ദെൻ AS24 ഡിസ്കൗണ്ടഡ് ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പോൾ ഡിസ്കൗണ്ടഡ് ഓപ്പറേഷൻസിന്റെ AS24. ദെൻ ഇന്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആണ് AS25. അപ്പൊ AS25 ഇന്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഓക്കെ, ദെൻ AS26 ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ AS26 ഏതാണ്? ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഓക്കെ, 24 ഡിസ്കൗണ്ടഡ് ഓപ്പറേഷൻസ്, 25 ഇന്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, 26 ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ദെൻ 27 ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ജോയിന്റ് വെഞ്ചേഴ്സ്. AS27 ഏതാണ്? ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ജോയിന്റ് വെഞ്ചേഴ്സ്. ഓക്കെ, ദെൻ AS28 ഇമ്പയർമെന്റ് ഓഫ് അസറ്റ്സ്. ഓക്കെ, AS28 ഏതാണ്? ഇമ്പയർമെന്റ് ഓഫ് അസറ്റ്സ്. ദെൻ AS29 പ്രൊവിഷൻസ്, കണ്ടിജന്റ് ലയബിലിറ്റീസ് ആൻഡ് കണ്ടിജന്റ് അസറ്റ്സ്. അപ്പൊ AS29 ഓർത്തിരിക്കുക, പ്രൊവിഷൻസ്, കണ്ടിജന്റ് അസറ്റ്സ് ആൻഡ് കണ്ടിജന്റ് ലയബിലിറ്റീസ്, അതിന്റെ AS29 ആണ്. അപ്പോൾ 29 ഏതാണ്? പ്രൊവിഷൻ, കണ്ടിജന്റ് ലയബിലിറ്റീസ് ആൻഡ് കണ്ടിജന്റ് അസറ്റ്സ്. ഓക്കെ, ദെൻ AS30 ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് റെക്കഗ്നിഷൻ ആൻഡ് മെഷർമെന്റ് ആണ്. അത് വിഡ്രോ ചെയ്തു. 13, 31, 32 ഒക്കെ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് റെക്കഗ്നിഷൻ ആൻഡ് മെഷർമെന്റ് ആണ് 30. ഇനി 31 ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിന്റെ പ്രസന്റേഷൻ ആണ്, അത് വിഡ്രോ ചെയ്തു. 32 ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഡിസ്ക്ലോഷർ, അതും എന്ത് ചെയ്തു? വിഡ്രോ ചെയ്തു. അപ്പോൾ 30, 31, 32. ഓക്കെ, ഇത്രയാണ് പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ഓർത്തിരിക്കണം. ഫുൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്നാലും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കുറച്ച് കാര്യങ്ങൾ ഞാൻ അത് മാത്രമായിട്ട് പറയാം. AS1 ഓക്കെ, ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസി. AS2 വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററി. AS3 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. പിന്നെ AS6 അത് വിഡ്രോ ചെയ്താണ്, ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ്. പിന്നെ ഉള്ളത് AS8 അക്കൗണ്ടിങ് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, അത് വിഡ്രോ ചെയ്തു. AS9 റവന്യൂ റെക്കഗ്നിഷൻ ആണ്. AS10 ഇമ്പോർട്ടൻറ്റ് അക്കൗണ്ടിങ് ഫോർ ഫിക്സഡ് അസറ്റ് ആണ്. പിന്നെ AS12 ഗവൺമെന്റ് ഗ്രാൻഡ്, അക്കൗണ്ടിങ് ഫോർ ഗവൺമെന്റ് ഗ്രാൻഡ്. അക്കൗണ്ടിങ് ഫോർ അമാൽഗമേഷന്റെ AS14. ഓക്കെ, പിന്നെ ലീസ് അതിന്റെ AS19. പിന്നെ AS20 എന്ന് പറയുന്നത് EPS അല്ലെങ്കിൽ ഏർണിംഗ് പെർ ഷെയർ ആണ്. പിന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അതിന്റെ AS26 ആണ്. ഓക്കെ, ഇമ്പയർമെന്റ് ഓഫ് അസറ്റ്സ് AS28 ആണ്. പിന്നെ പ്രൊവിഷൻസ്, കണ്ടിജന്റ് ലയബിലിറ്റീസ് ആൻഡ് കണ്ടിജന്റ് അസറ്റ്സ് അതിന്റെ AS29 ആണ്. ഞാൻ ഒക്കെയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്.
അപ്പോൾ എല്ലാവരും ഈ ഓരോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് AS1 AS2 അതൊക്കെ ഓരോന്നോരോന്നും എഴുതി അങ്ങ് മനസ്സിലാക്കി തന്നെ അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അതാണ്. ഇപ്പോൾ AS6 റിലേറ്റഡ് ടു, അല്ലെങ്കിൽ നേരെ തിരിച്ചു ചോദിക്കാം. ഇപ്പൊ ലീസ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഏതാണ്? ഓക്കെ, അപ്പൊ അതിന് മാത്രമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് ഉള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നില്ല, കാരണം ഇതാണ് ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതുപോലെ തന്നെ എന്നാണ് ICAI രൂപീകരിച്ചത്? എന്നാണ് 1949. ഓക്കെ, അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹി. ഇനി അവര് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് രൂപീകരിച്ചത് ഇവരാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ അക്കൗണ്ടിങ് നല്ല ഇന്ത്യയിൽ ഫോളോ ചെയ്യേണ്ട, ബിസിനസ് സ്ഥാപനങ്ങൾ ഫോളോ ചെയ്യേണ്ട അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോർമുലേറ്റ് ചെയ്യുന്നതിനും പബ്ലിഷ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് രൂപീകരിച്ചത്. അത് എന്നാണ്? ഏപ്രിൽ 21, 1977. ഓക്കെ, ഇത്രയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഏരിയ. ഓക്കെ, താങ്ക് യു.